നമസ്കാരം. ശബരിമലയിലെ തുടർക്കഥ വീണ്ടും ഒന്ന് പറയാൻ വിഷമിച്ച് കൊണ്ട് പറയുകയാണ്. ശബരിമലയിൽ നടക്കുന്ന കൊള്ള, തുടർക്കൊള്ള, എത്ര പറഞ്ഞാലും നാണമില്ലാത്ത ഒരു ഭരണ സംവിധാനമായിട്ട് ശബരിമല സന്നിധാനം പരിസരം മാറിയിരിക്കുന്നു. ഇനി അവിടെ കൊള്ള ചെയ്യാൻ എന്താണ് ബാക്കിയുള്ളത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയൊക്കെ സംവാദങ്ങളും തർക്കങ്ങളും കേസുകളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായിട്ടും ഒരു നാണവുമില്ലാതെ ആ കൊള്ള തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മിനിഞ്ഞാന്ന് വീണ്ടും ഞാൻ കണ്ടു ശബരിമലയിലേക്ക് കൊടുക്കുന്ന നെയ്യിലെ കൊള്ള. കൊടും കൊള്ള, കാട്ടുകൊള്ള. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. നിലവിലെ പ്രസിഡന്റ്, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ കഥ ഞാൻ അതും പറയാം. അതിൻ്റെ തൊട്ട് മുന്നുണ്ടായിരുന്ന പ്രശാന്തിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. അതിനുശേഷം വന്നതാണ് പഴയ IAS ജയകുമാർ. അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ ശബരിമലയിലെ ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അയ്യപ്പ ഒരു സംഗമം ഉണ്ടായില്ലോ, അതിൻ്റെ കള്ളക്കണക്കായ ആ കണക്കിൻ്റെ വരവ് ചെലവ് കണക്കുകളുടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഈ നിലവിലെ പ്രസിഡന്റ് അത് അറിഞ്ഞിട്ടേയില്ല എന്നാണ് പറയണത്. അങ്ങനെ അവിടെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ, കള്ളത്തരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴിതാ ശബരിമലയിൽ അയ്യപ്പ ഭഗവാനെ അഭിഷേകം ചെയ്യാനായി കൊണ്ടുപോകുന്ന, അമ്പലത്തിലെ നിത്യപൂജയ്ക്ക് ഉപയോഗിക്കുന്ന നെയ്യിൽ, അതായത് ഭഗവാന്റെ ഏറ്റവും പ്രധാന വഴിപാടാണ് നെയ്യ് അഭിഷേകം. പ്രധാന ഒരു പദാർത്ഥമാണ് പശുവിൻ നെയ്യ്. ആ നെയ്യിൽ കള്ളത്തരം ചെയ്യുന്നു. ആരുടെ അറിവോടെ? ആരാണതിന് കൂട്ടുനിൽക്കുന്നത്? ഭഗവാനെ ചതിക്കുന്നവരാരും തന്നെ ഇന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അത് ഈ കള്ളത്തരം ചെയ്യുന്നവരോർത്തോ. പണ്ട് സ്വർണം പൂശലിൻ്റെ പേരും പറഞ്ഞ് ഗോപുരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഇറിഡിയം അടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുപോയവൻ അയാളുടെ ജീവിതം ഇന്ന് എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്ന് ഇതിനുള്ള ആദ്യത്തെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഓരോ വ്യക്തികളും. അയ്യപ്പ കോപം, അയ്യപ്പൻ്റെ ശാപം ഏറ്റാൽ അത് ജീവിതത്തിൽ പെട്ടെന്നൊന്നും രക്ഷപ്പെടില്ല, നരകിച്ചിട്ട് തന്നെയായിരിക്കും തിരിച്ചു പോവുക. ഒന്ന് ഓർത്തു നോക്കിയേ, ഭഗവാന് വേണ്ട നെയ്യ് സന്നിധാനത്തിലെത്തുമ്പോൾ പകുതിയും അടിച്ചു മാറ്റുന്നു. എന്നിട്ട് കള്ള നെയ്യ് മിക്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടുകൊടുക്കുന്നു. ഇതിനാരൊക്കെയാണ് കൂട്ടുകൂടുന്നത്? ഈ നെയ്യിൻ്റെ കോൺട്രാക്റ്റ് കേരള ഗവൺമെൻറ്റിന് മിൽമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അവർ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടോ? അതോ ഇവിടെ നിന്ന് പോകുമ്പോൾ വഴിയിൽ വെച്ച് അതിൽ ഒറിജിനൽ നെയ്യ് മാറ്റിയിട്ട് കള്ള നെയ്യ് അതിൽ മിക്സ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ജനത്തിനറിയണം. ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ശബരിമല ഭരണകൂടം. ആ ദേവസ്വം ബോർഡ് എത്ര പറഞ്ഞാലും നാണമില്ലാത്ത ഒരു വർഗം
നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലണം ഇവന്മാരെ. എന്താണിത്? ദിവസവും അവിടുത്തെ കൊള്ളയെക്കുറിച്ച് കേൾക്കാനുള്ളൂ. ഒന്ന് മനസ്സമാധാനത്തോടെ അവിടെ ഒന്ന് തൊഴണം എന്ന് വിചാരിച്ച് പോകാൻ പോലും തോന്നുന്നില്ല. ഒരു പാട്ട് തന്നെ ഇലക്ഷൻ ടൈമിൽ ഇറക്കി. എന്തയ്യപ്പ, സഖാക്കളാണേ അയ്യപ്പ, സ്വർണം കട്ടവർ അയ്യപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്നൊക്കെ പാടിയില്ലേ? ഇപ്പം 2.5 മാസമായി ഈ ഭരണം നിലനിൽക്കുമ്പോഴാണ് അവിടെ നെയ്യിൽ വീണ്ടും, നെയ്യ് എന്ന് പറഞ്ഞ സ്വർണത്തിനെക്കാട്ടിയും വില അവിടെ അയ്യപ്പൻ്റെ നെയ്യ് ലേലത്തിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും. ആ കള്ളത്തരം അവിടെ ആദ്യം വന്നു, തുടക്കത്തിൽ തന്നെ കള്ളത്തരം. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അവിടെ നടക്കാൻ പോകുന്ന കൊള്ള എന്തൊക്കെയായിരിക്കും ഒന്ന് ഊഹിച്ചു നോക്കി. എത്രയോ കൊല്ലങ്ങൾ മുന്നേ അവിടുത്തെ മേശാന്തി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തന്ത്രി പറഞ്ഞിട്ടുണ്ട്, അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ മുകളിൽ അഭിഷേക സമയത്ത് കെട്ടിൽ നിന്നും പൊട്ടിച്ച് തേങ്ങയിൽ നിന്നും എടുത്ത ആ അഭിഷേക നെയ്യ് അയ്യപ്പ വിഗ്രഹത്തിൽ ഒഴിക്കുമ്പോൾ ആ നെയ്യിൻ്റെ സ്മെല്ല് ഒറിജിനൽ പശു നെയ്യിൻ്റെ മണമല്ല, മൃഗക്കൊഴുപ്പ്, മൃഗങ്ങളുടെ മണം സഹിക്കവയ്യാതെ തന്ത്രിമാരും മേശാന്തിമാരും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ കൊല്ലങ്ങൾക്ക് മുന്നേ. അതിനെതിരെ ഈ ദേവസ്വം ബോർഡ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടോ? ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ, അതായത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നെയ്യഭിഷേകം. ആ നെയ്യഭിഷേകത്തിലെ ഒരു പ്രധാന നിഗൂഢത അല്ലെങ്കിൽ ആ ഒരു പാകപ്പിഴവ് ഈ മേൽശാന്തിയും അല്ലെങ്കിൽ തന്ത്രിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് എന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ദേവസ്വം ബോർഡ് ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴതാ ശബരിമലയ്ക്ക് ദേവസ്വം വാങ്ങുന്ന നെയ്യ് തന്നെ കള്ളത്തരത്തിലുള്ള നെയ്യാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഭഗവാൻ വെറുതെ ഇരിക്കില്ല. ദേവസ്വം ബോർഡിലെ മെമ്പർമാരെ, ദേവസ്വം ഭരണകർത്താക്കളെ നിങ്ങളെല്ലാവരും കുടുങ്ങും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശബരിമലയിലേക്ക് വരുന്ന നെയ്യ് തന്നെ ഒറിജിനൽ അല്ല, കള്ളത്തരമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഭഗവാൻ. അന്ന് ഈ അഭിഷേക നെയ്യ് ഭഗവാന്റെ ശിരസിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് സഹിക്കാതെ അന്നത്തെ മേശാന്തിയും തന്ത്രിയും ഇത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആക്ഷനും ദേവസ്വം ബോർഡ് എടുത്തില്ല. ഞാൻ അന്ന് അതിൽ ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്, തന്ത്രിയോടാണെന്ന് ഞാൻ തോന്നുന്നു. ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. കാരണം ഈ കെട്ട് നിറച്ച് വരുന്നവരെല്ലാം പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്, ആന്ധ്രയിൽ നിന്നുള്ളവരുണ്ട്, തെലങ്കാനയിൽ നിന്നുള്ളവരുണ്ട്, മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, എല്ലാ ഭാഗങ്ങളിലും. അതിനു പുറമെ വിദേശത്തു നിന്നും വരുന്നവരും. അവരെന്തായാലും ഇവിടെ വന്നിട്ടേ കെട്ട് നിറയ്ക്കുള്ളൂ. പലരും പമ്പയിൽ വന്നിട്ടാണ് കെട്ട് നിറയ്ക്കുന്നത്. അവിടെ വലിയൊരു ക്യൂ തന്നെയുണ്ട്. പമ്പയിലെ കെട്ട് നിറ ഫുൾ കൺട്രോൾഡ് ഓഫ് ദേവസ്വം ബോർഡാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റ് സ്ഥലങ്ങളിൽ കെട്ട് നിറച്ച് വരുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അവർ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ തീർക്കാം. പക്ഷേ കെട്ട് നിറ പെട്ടെന്ന് വരുമ്പോൾ അവരെ വീടിൻ്റെ അടുത്ത് നിന്നും കെട്ട് നിറയ്ക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നു. മേശാന്തി, അതായത് കെട്ട് നിറയ്ക്കുന്ന മേശാന്തി എഴുതി കൊടുക്കുന്ന കുറിപ്പിലെ ആ ലിസ്റ്റ് പ്രകാരം അടുത്തുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ പോയി അതൊക്കെ വാങ്ങി വരുന്നു, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങി വരുന്നു. കെട്ട് നിറയ്ക്ക് അത് വെക്കുന്നു, കെട്ട് നിറയ്ക്കുന്നു, ശബരിമലയ്ക്ക് പോകുന്നു. അവിടെ 18 പടി കയറി കെട്ടഴിച്ച് നെയ്ത്തേങ്ങ പുറത്തെടുത്ത് ഉടച്ച് പാത്രത്തിലാക്കി സോപാനത്തിൽ കൊണ്ടുപോയി വെച്ച് അഭിഷേകത്തിന് സമർപ്പിക്കുന്നു.
ആ പാത്രമെടുത്ത് ഭഗവാന്റെ ശിരസിൽ അത് ഒഴിക്കാൻ നോക്കുമ്പോഴാണ് മേശാന്തിക്കോ അല്ലെങ്കിൽ തന്ത്രിക്കോ അല്ലെങ്കിൽ കീശാന്തിക്കോ ഈ ഗതികെട്ട മണം, സഹിക്കാൻ പറ്റാത്ത മണം, മൃഗങ്ങളുടെ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ മണം അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. എന്തൊരു ഗതികേടാണ്, ആലോചിച്ച് നോക്കി. ഇതിനൊരു ശാശ്വത പരിഹാരം ആരുണ്ടാക്കും? ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. അവിടെ വരുന്ന കംപ്ലീറ്റ് അയ്യപ്പന്മാരുടെ കെട്ടുനിറ ഒരു വലിയ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ പോലെ പമ്പയിൽ അതിനൊരു സംവിധാനം ഉണ്ടാക്കുക, അതുതന്നെ വഴിയുള്ളൂ. എന്നിട്ട് ഒറിജിനൽ നെയ്യ് പമ്പ മണപ്പുറത്തെ ഈ കെട്ടു നിറയ്ക്കുന്ന സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് അവിടെ വെച്ച് കെട്ടു നിറച്ച് അയ്യപ്പ ഭക്തന്മാർ കെട്ടുമായിട്ട് പോവുക. ഇത് മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു വഴിയുള്ളൂ. അല്ലാതെ ഈ മൃഗക്കൊഴുപ്പ് നെയ്യിൻ്റെ രൂപത്തിൽ തേങ്ങയിൽ കയറിക്കൂടി അയ്യപ്പൻ്റെ ശിരസിൽ കൊണ്ടുപോയി ഒഴിക്കുന്ന ഈ ഒരു പരിപാടി തന്നെയാണ് ഏറ്റവും വലിയ അയ്യപ്പ ശാപം എന്ന് ദേവസ്വം ബോർഡ് ഓർക്കുക. ഇവിടെ കടകളിലും പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിലും വിൽക്കുന്ന ഈ അഭിഷേക നെയ്യ് എന്തിനു പറയുന്നു? വെറുതെ ഇവിടുത്തെ സർക്കാർ ഈ കടകളിൽ കയറി ഈ നെയ്യ് വാങ്ങി ഒരു ചെക്കിങ് ലാബ് ടെസ്റ്റിന് അയച്ചാൽ മതി, ഇതിൻ്റെ സത്യമായ രൂപം പുറത്തു വരും. നമുക്കറിയാലോ, നമ്മുടെ പൂജാ റൂമുകളിൽ വിളക്ക് കത്തിക്കാൻ നമ്മൾ വാങ്ങുന്ന വിളക്കെണ്ണ, അതിൻ്റെ അവസ്ഥ എന്താ? അതിൻ്റെ പേരിലൊക്കെ ഹരിയോം നാരായണ അങ്ങനെയൊക്കെ പേരെഴുതിയിട്ട് കച്ചവടം അല്ല ആ ബോട്ടിലുണ്ടാവുക. പക്ഷെ അത് കച്ചവടം ചെയ്യുന്ന ആരാണെന്ന് അന്വേഷിക്കണം. ഈ അഭിഷേക നെയ്യിൻ്റെ ബോളിലും അതേമാതിരി പേര് കാണും. പക്ഷെ അത് വിൽക്കുന്നത് ആരാണെന്ന്, അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആരാണെന്ന് അന്വേഷിക്കണം. അപ്പോഴാണ് അതിൻ്റെ തനി രൂപം മനസ്സിലാകുള്ളൂ. കൊള്ള ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ശബരിമല എന്ന് ഇവിടുത്തെ വലിയ ഒരു കച്ചകപടം ചെയ്യുന്ന സമൂഹത്തിന് അറിയാം. കൈക്കൂലിയും കൊള്ളയും അറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ എന്തും നടക്കുമെന്ന് ഈ കച്ചവടം ചെയ്യുന്നവർക്കും അറിയാം. അത് കാരണമാണ് ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, സ്വർണ്ണക്കൊള്ള, ഇറിഡിയം കൊള്ള, മറ്റ് പല എന്തൊക്കെ അവിടെ കൊള്ള നടന്നു എന്നുള്ളതിന് ഒരു കണക്കുമില്ല. അത് എല്ലാം നിലനിൽക്കുമ്പോൾ, അന്വേഷണം നിൽക്കുമ്പോൾ, പ്രസിഡന്റുമാരെ അകത്ത് പോകുമ്പോൾ ഇതാ വീണ്ടും നെയ്യ് കൊണ്ടുവരുന്നത് വീണ്ടും അതിൽ കള്ളത്തരം കാണുന്നു. ആരാണിത് നിർത്തുക? ഞാൻ വിചാരിച്ചു സ്വർണം കെട്ടവന അയ്യപ്പ, സഖാക്കളാണേ അയ്യപ്പ, അല്ലെങ്കിൽ ഇത്തരം പാട്ടുപാടി വോട്ട് പിടിച്ച അധികാരത്തിൽ വന്ന് 2 മാസമായിട്ടുള്ളൂ. അപ്പോഴൊക്കെയാണ് ഈ നെയ്യ് കൊള്ളയെക്കുറിച്ച് ഇപ്പോൾ ന്യൂസ് പുറത്തു വരുന്നത്. അപ്പോൾ ഇവരെന്തിനാണ് ഭരണത്തിൽ കയറിയത്? എവിടെയാണ് ഇവിടെ നേരാക്കാൻ പോകുന്നത്? എനിക്കറിയില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അറിയാം എന്ന് ഭഗവാനെ ഒന്നും വലിയതായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു. സ്വാമിയേ ശരണമയ്യപ്പ.